Hi all, today we are discussing the display modes in ultrasound imaging systems. നമ്മൾ അൾട്രാസൗണ്ട് ഇമേജിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്താണ് അതിൻ്റെ ബേസിക് പ്രോസസ്സ് എന്ന് പറയുന്നത്? അതിനകത്ത് ഒരു പൾസസ് ഓഫ് അൾട്രാസൗണ്ട് ജനറേറ്റ് ചെയ്യുകയും അത് നമ്മുടെ പേഷ്യൻറ്റിലോട്ട് സെൻഡ് ചെയ്യുകയും അത് തിരിച്ച് ടിഷ്യൂവിലൊക്കെ തട്ടി അത് എക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുകയും പിന്നെ അത് ആ ട്രാൻസ്ഡ്യൂസർ തിരിച്ച് ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇമേജിങ് പ്രോസസ്സും മറ്റുമെല്ലാം നടക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. അതിനകത്ത് ആ ഇമേജിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റിഫ്ലക്റ്റഡ് എക്കോസ് ഹാവ് ടു ബി ഡിസ്പ്ലേഡ്. ഈ വരുന്ന റിഫ്ലക്റ്റഡ് എക്കോസ് നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയസ് മോഡ്സാണ് പറയുന്നത്. മെയിനായിട്ട് മൂന്ന് ഡിഫറെൻറ്റ് മോഡ്സാണ് ഇതിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദ മോഡ്സ് ആർ എ മോഡ്, ബി മോഡ് ആൻഡ് എം മോഡ്. എം മോഡിന് പറയുന്ന വേറൊരു പേര് TM മോഡെന്നും പറയും. നമുക്ക് ഓരോ മോഡ്സും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് എ മോഡ് അല്ലെങ്കിൽ എ സ്കാനിങ് എന്താണെന്ന് നോക്കാം. ഇൻ എ മോഡ് പ്രസൻറ്റേഷൻ of ultrasound images, echoes returning from the body are displayed as signals on an oscilloscope. അന്നേരം ഈ എ സ്കാൻ അല്ലെങ്കിൽ എ മോഡിനകത്ത് ഈ എക്കോസ് ബോഡിയിൽ നിന്ന് തിരിച്ചു വരുന്ന ആ എക്കോസ് എന്തിലാണ്? ഓസിലോസ്കോപ്പിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. എ മോഡെന്ന് പറയുന്നത് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നാണ്. അന്നേരം എ മോഡ് മീൻസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇൻ ദിസ് മോഡ് ദ റിഫ്ലക്റ്റഡ് എക്കോസ് ആർ ഡിസ്പ്ലേഡ് ആസ് വെർട്ടിക്കൽ സ്പൈക്സ്. ഈ ഒരു മോഡിൽ എ മോഡിൽ നമുക്ക് ഈ എക്കോസിനെ എങ്ങനെയായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്? വെർട്ടിക്കൽ സ്പൈക്സ് ആയിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. എ സ്കാൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ ഓർഡർ ടു മെഷർ ഡിസ്റ്റൻസസ്. എ സ്കാൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ distances. A transducer emits an ultrasonic pulse and the time taken for the pulse to bound off an object and come back is graphed in order to determine how far away the object is. അന്നേരം ഇവിടെ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ട്രാൻസ്ഡ്യൂസർ നമ്മൾ നേരത്തെ പറഞ്ഞു, ട്രാൻസ്ഡ്യൂസർ ഉണ്ട്. ഈ ട്രാൻസ്ഡ്യൂസർ അൾട്രാസോണിക് പൾസസ് എമിറ്റ് ചെയ്യും. ഈ പൾസ് എത്ര സമയം കൊണ്ട് നമ്മുടെ ഓബ്ജക്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂവിൽ തട്ടി അത് തിരിച്ചു വരുന്നു, അത് ഒരു ഗ്രാഫായിട്ട് കാണിക്കും. ആ ഗ്രാഫാണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഹൗ ഫാർ അവേ ദ ഒബ്ജക്റ്റ് ഈസ്. ഒബ്ജക്റ്റ് എത്രമാത്രം ഫാർ അവേ ആണ് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ഒരു ഗ്രാഫാണ്. എ സ്കാൻ ഓൺലി ഗീവ് വൺ ഡയമെൻഷണൽ ഇൻഫർമേഷൻ ആൻഡ് ദെയർ ഫോർ ആർ നോട്ട് യൂസ്ഫുൾ ഫോർ ഇമേജിങ്. എ സ്കാൻ എന്ന് പറയുന്നത് എന്താണ് തരുന്നത്? വൺ ഡയമെൻഷണൽ ഇൻഫർമേഷനാണ് തരുന്നത്. അതുകൊണ്ട് ഇത് എന്തിന് യൂസ്ഫുൾ അല്ല? ഇമേജിങ്ങിന് യൂസ്ഫുൾ അല്ല. അടുത്ത് നമുക്ക് ഇതിൻ്റെ എ സ്കാൻ എവിടെയെല്ലാം ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. എക്കോ എൻസെഫലോഗ്രാഫിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? എ സ്കാനാണ് യൂസ് ചെയ്യുന്നത്. എൻസെഫലോ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും? ബ്രെയിനുമായിട്ട് ആയതായിരിക്കും. അന്നേരം ഈ കാണിച്ചിരിക്കുന്ന രണ്ട് ഫിഗേഴ്സ് കാണിച്ചിട്ടുണ്ട്. അത് ബ്രെയിനിൽ നിന്നും തിരിച്ച് റിസീവ് ചെയ്യുന്ന എക്കോസാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് ഗ്രാഫ് ചെയ്തിരിക്കുകയാണ്. അന്നേരം നോർമൽ ബ്രെയിൻ്റെ കേസിലും അതേസമയം അബ്നോർമൽ കേസിലുമുള്ള എക്കോസ് കാണാം. അപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻ ദ കേസ് ഓഫ് നോർമൽ ബ്രെയിൻ ദ മിഡ് ലൈൻ സർഫസസ് ആർ പാരലൽ ടു ഫ്ലാറ്റ് ഏരിയാസ് ടു ബോൺ നിയർ ഇയർ. അന്നേരം ഈ മിഡ് ലൈൻ വരച്ചിരിക്കുന്ന മിഡ് ലൈൻ എന്ന് പറയുന്നത് എന്തായിട്ടാണ്? ഫ്ലാറ്റായിട്ടാണ് നോർമൽ ബ്രെയിൻ്റെ കേസിൽ ഇരിക്കുന്നത്. അതേസമയം അബ്നോർമൽ കേസിൽ വരുമ്പോഴത്തേക്കും അവിടെ കുറച്ച് ഡിസ്റ്റർബൻസസ് ഒക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഹെഡ് ഇഞ്ചുറിയോ അതേപോലെ ബ്ലീഡിങ്ങോ അങ്ങനെ വല്ലതുമൊക്കെ വരുമ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബ്രെയിൻ ട്യൂമർ അങ്ങനെയൊക്കെ വല്ലതുമൊക്കെ വന്നു കഴിഞ്ഞാലും ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിന് വേരിയേഷൻ ഉണ്ടാവും. അപ്പം ഈ ഒരു എ സ്കാൻ മൂലം നമുക്ക് ബ്രെയിനിനകത്ത് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എ സ്കാൻ്റെ അടുത്ത ഒരു ആപ്ലിക്കേഷനാണ് ഒഫ്താൽമോളജിയിൽ. ഒപ്റ്റിക് നെർവ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും? ഈ എ സ്കാൻ യൂസ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു നോർമൽ ഐയുടെ എക്കോ റിസീവ് ചെയ്തിരിക്കുന്ന ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്കോ ഒഫ്താൽമോസ്കോപ്പാണ്. അന്നേരം ഇത് യൂസ്ഫുൾ പല കാര്യങ്ങൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ ഈ എക്കോ ഒഫ്താൽമോസ്കോപ്പ് കൊണ്ട് സാധിക്കും. റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്സ്, ഇൻട്രാ ഓക്കുലാർ ട്യൂമേഴ്സ്, അതേപോലെ വിറ്റീരിയസ് ഒപ്പേസിറ്റീസ്, ഓർബിറ്റൽ ട്യൂമേഴ്സ്, ലെൻസിൻ്റെ ഡിസ്ലൊക്കേഷൻ, ഇതെല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ എക്കോ ഒഫ്താൽമോസ്കോപ്പ് കൊണ്ട് സാധിക്കും. അതേപോലെ ഈ പ്രോഗ്രസീവ് മയോപ്പിയയുടെ അതിന് വേണ്ടി ആ പേഷ്യൻസിൻ്റെ ആക്സിയൽ ലെന്തും മറ്റുമെല്ലാം കണ്ടുപിടിക്കാനും എല്ലാം ഇത് യൂസ് ചെയ്യും. അടുത്തത് ബി സ്കാൻസ് ആണ്. ബി സ്കാൻസ് മീൻസ് ബ്രൈറ്റ്നസ് മോഡുലേഷൻ. In the case of B scan, the reflected echoes are showed as dots on the screen. ഡോട്ട് ആയിട്ടാണ് ഈ റിഫ്ലക്റ്റഡ് എക്കോസ് സ്ക്രീനിൽ എന്തായിട്ടാണ് കാണുന്നത്? ഡോട്ടായിട്ടാണ് കാണുന്നത്. അന്നേരം ബി സ്കാൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടു ടേക്ക് ആൻ ഇമേജ് ഓഫ് ക്രോസ് സെക്ഷൻ ത്രൂ ദ ബോഡി. അന്നേരം ഒരു ക്രോസ് സെക്ഷണൽ ഇമേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ബി സ്കാൻ യൂസ് ചെയ്യുന്നത്. ദ ട്രാൻസ്ഡ്യൂസർ ഈസ് സ്വെപ്റ്റ് അക്രോസ് ദ ഏരിയ ആൻഡ് ദ ടൈം ടേക്കൺ ഫോർ ദ പൾസസ് ടു റിട്ടേൺ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ഡിസ്റ്റൻസസ് വിച്ച് ആർ പ്ലോട്ടഡ് ആസ് എ സീരീസ് ഓഫ് ഡോട്ട്സ് ഓൺ ദ ഇമേജ്. ബി സ്കാൻ തരുന്നത് ഒരു 2 ഡയമെൻഷണൽ ഇൻഫർമേഷനാണ്. ക്രോസ് സെക്ഷനെ പറ്റിയുള്ള ഒരു 2 ഡയമെൻഷണൽ ഇൻഫർമേഷനാണ് ബി സ്കാൻ തരുന്നത്. ഫിഗറിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, എ സ്കാൻ ആകുമ്പോഴത്തേക്കും നമുക്ക് പൾസസ് ആയിട്ടായിരുന്നു കിട്ടിയിരുന്നത്. അതേസമയം ബി സ്കാനിൻ്റെ കേസിൽ നമ്മൾ ഡോട്ട്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത എം മോഡ്. എം മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷൻ മോഡാണ്. ഹിയർ ദ പൾസസ് ആർ എമിറ്റഡ് ഇൻ ക്വിക്ക് സക്സഷൻ ഈച്ച് ടൈം ഐദർ എ മോഡ് ഓർ ബി മോഡ് ഇമേജ് ഈസ് ടേക്കൺ. ഇതെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വീഡിയോ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് അനലോഗസ് ആണ് ഈ എം മോഡിനകത്ത് നടക്കുന്നത്. ഇത് നമുക്ക് ഓർഗൻ സ്ട്രച്ചേഴ്സിൻ്റെ വെലോസിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എം മോഡാണ്. അടുത്ത കമ്പാരിസൺ, 3ൻ്റെയും കമ്പാരിസണാണ് കാണിച്ചിരിക്കുന്നത്. എ മോഡ്, ബി മോഡ്, എം മോഡ്. ഇൻ ദ കേസ് ഓഫ് ബി മോഡ്, എക്കോസ് 90 degree റൊട്ടേറ്റഡ് ആൻഡ് പ്രസൻറ്റഡ് ആസ് ബ്രൈറ്റ് ഡോട്ട്സ് ഓഫ് ലൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു എക്കോസ് എന്ന് പറയുന്നത് ഡോട്ട് ലൈറ്റായിട്ടാണ്, ബ്രൈറ്റ് ഡോട്ട് ലൈറ്റായിട്ടാണ് നമ്മൾ ബി സ്കാനിനകത്ത് കാണുന്നത്. ഇനി ടൈം പൊസിഷൻ റെക്കോർഡിംഗ്, ഡോട്ട്സ് ഓഫ് ലൈറ്റ് മെയ്ഡ് ടു മൂവ് അണ്ടർ എ സ്ലോ സ്വീപ്പ് ഫ്രം ബോട്ടം ടു ടോപ്പ് ഈസ് കോൾഡ് എം മോഡ്. ഇപ്പോൾ ഈ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എം മോഡിന് ഒരു എക്സാമ്പിളാണ്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അറിയാം എന്തിനു വേണ്ടിയിട്ടാണ്? കാർഡിയാക് എക്സാമിനേഷനും അതേപോലെ എന്തെങ്കിലും കാർഡിയാക് ഡിസീസസോ വല്ലതും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ECG യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻട്രാ കാർഡിയാക് സ്ട്രച്ചേഴ്സ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഇൻട്രാ കാർഡിയാക് സ്ട്രച്ചേഴ്സിൻ്റെ മൂവ്മെൻറ്റും മറ്റുമൊക്കെ നമുക്ക് ബെറ്റർ റെസൊല്യൂഷനുള്ള ആൻജിയോഗ്രാഫിക് ഡയഗ്നോസിങ് ടെക്നിക്സ് യൂസ് ചെയ്ത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിസ്പ്ലേ മോഡ്സ് ആണ്. അൾട്രാ സൗണ്ട് ഇമേജിംഗ് സിസ്റ്റത്തിനകത്തുള്ള ഡിസ്പ്ലേ മോഡ്സ് ആണ്. മെയിനായിട്ട് 3 മോഡാണുള്ളത്. ഏതെല്ലാമാണ്? എ മോഡ്, ബി മോഡ്, എം മോഡ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷൻ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ഒരു ലെക്ചറുമായി കാണാം. സീ യു.